മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ.ഡി. സമൻസിൽ പ്രതികരണവുമായി നേതാക്കൾ. ഇ.ഡി. രഹസ്യമായാണ് സമൻസ് അയച്ചതെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമെങ്കിൽ എന്തുകൊണ്ട് സിപിഐഎം പ്രതിഷേധിച്ചില്ല എന്നും കെ.സി. വേണുഗോപാൽ ചോദിച്ചു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചതിനാണ് സമൻസ് എന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇ.ഡി. സമൻസ് അയച്ച കാര്യം തനിക്കറിയില്ല എന്നായിരുന്നു മന്ത്രി പി. രാജീവിന്റെ മറുപടി. കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ.ഡി. ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ഇതിന് സമാധാനം പറയേണ്ടത് ഇ.ഡി.ആണ്. ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPM-ഓ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ ഞങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നില്ല? ഇത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചു, അതാണ് കാര്യം. അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിക്ക് ഇതിന് പങ്കുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ല, ആവിയായിപ്പോയി. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയും ആവിയായി പോകാനുള്ള കാരണം എന്താണ്? CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് ഇ.ഡി. സമൻസ് അയച്ചു. ഇന്നിപ്പോ വക്കഫ് നിന്നാ മതി, ബാക്കി പിന്നെ നോക്കാം. 23-ൽ അത്തരത്തിലൊരു സമൻസ് അയച്ചു. അല്ല, എന്റെ ശ്രദ്ധയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അറിയില്ല, അയച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ബാക്കി നമുക്ക് നോക്കാം. ഇപ്പൊ വക്കഫ് നിൽക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.